ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നു എന്ന് നോക്കാം. ഇതാണ് നിങ്ങൾക്ക് വന്ന സ്പ്രെഡ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 5, 8, 4, 6, 10, 4, 1, 2, 11. ഓക്കെ, ഈ നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. സാഹചര്യത്തെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ ഇടപെട്ടതിനെക്കുറിച്ച്, എന്തിനാണ് അവർ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത്, നിങ്ങളുടെ പേഴ്സൻ്റെയും ജീവിതത്തിൽ എന്തിനാണ് ഇടപെട്ടത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. അവർക്കിതിൽ എന്തായിരുന്നു റോള് എന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. ജസ്റ്റിസ് ആണ് ഇവിടെ കാണുന്നത്. ചില നെഗറ്റീവ് സൈഡുകളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. ചില വ്യക്തികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നു. അത് പേരൻസ് ആയിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, സാഹചര്യമായിരിക്കാം. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ നൈറ്റിൽ നല്ല രീതിയിൽ ചിന്തിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇൻജസ്റ്റിസ് നടന്നു എന്ന് ഇവിടെ കാണുന്നു. നിങ്ങളോട് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ചെയ്തിട്ടില്ല, അനീതിയാണ് നിങ്ങളോട് പ്രവർത്തിച്ചതെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. ഏതോ ഒരു തേർഡ് പാർട്ടിയെ കൂട്ടുപിടിച്ച് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നു, വേദനിക്കുന്നു. ഓക്കെ, നിങ്ങളോട് കാണിച്ചത് അന്ന് അങ്ങനെ കാണിച്ചത് ശരിയായില്ല, എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് രാത്രി ചിന്തിക്കുകയുണ്ടായിരുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പെൻറ്റിക്കിൾ ഇവിടെ ഒരു സാമ്പത്തിക കാര്യത്തെക്കുറിച്ചാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ അറിയാതെ ഏതെങ്കിലും രീതിയിൽ ഒരു സാമ്പത്തിക ഇടപാടുകൾ നിങ്ങളുടെ പേഴ്സൺ നടത്തിയിട്ടുള്ളതായി കാണുന്നു. ആർക്കൊക്കെയോ എന്തൊക്കെയോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ മറച്ചു പിടിക്കുകയുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു സാമ്പത്തികത്തെക്കുറിച്ച് ചിലപ്പം ചോദിക്കുവാനുള്ള നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമോ എന്ന് അവർ ഭയന്നിരുന്നു. ഓക്കെ, ഒന്നുകിൽ അവരാരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ആരെങ്കിലും പണം കൊണ്ടുപോയതായിരിക്കാം. നിങ്ങൾ ഒരുപാട് അവരെ സഹായിച്ചിരുന്നു, സാമ്പത്തികമായി സഹായിച്ചിരുന്നു. എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഇൻജസ്റ്റിസ് ചെയ്തിരുന്നാൽ പോലും നിങ്ങൾ ഒരിക്കലും അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ അവരെ മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നും ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും, ഒരു അമ്മ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത് അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും അവരെക്കുറിച്ചുള്ള വിചാരങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുകയുണ്ടായി. പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ നൈറ്റിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒന്നുകിൽ നിങ്ങളിത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ലിവിങ് ടുഗദർ ആയിരിക്കാം. ഇങ്ങനെയുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹമാണ് നിങ്ങളോട് അവർക്ക് തോന്നുന്നത്. ഓക്കെ, ഒരിക്കലും നിങ്ങളെ പിരിയുവാൻ അവർക്ക് പറ്റുന്നില്ല. ഏതൊക്കെയോ സാഹചര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, അവരുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഇൻജസ്റ്റിസ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളോ സ്നേഹമോ ഒന്നും കുറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടുകളയുന്നില്ല. എത്രത്തോളം ഇൻജസ്റ്റിസ് ചെയ്തെങ്കിലും, നിങ്ങളോട് നീതി പുലർത്തിയിട്ടില്ലെങ്കിൽ പോലും, നിങ്ങൾക്ക് ജസ്റ്റിസ് തന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നു, ഒരു ഫാമിലി ആയിട്ട് ഇപ്പോഴും കാണുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ നല്ല രീതിയിൽ സ്പൈ ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഫോട്ടോസ് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കാര്യങ്ങളിലേക്ക്, വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും എടുത്തു വെച്ച് അവർ വീണ്ടും പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് ഇവിടെ കാണുന്നു. ഒന്നുകിൽ നിങ്ങൾ സോഷ്യൽ മീഡിയാസിലൊക്കെ അവർ നിങ്ങളെ ഒളിച്ചു നോക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇവിടെ 8 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വണ്ണം അവർ സ്വയം കെട്ടിയിരിക്കുന്നതായിട്ടുള്ള ചില മാനസിക പ്രോബ്ലത്തിൻ്റെ മധ്യത്താണ് നിൽക്കുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതേ കാർഡ്സ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില തേർഡ് പാർട്ടികൾ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തി മാനസിക ബലത്തെ നഷ്ടപ്പെടുത്തി സ്വയം കെട്ടി നിൽക്കേണ്ടി വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ചിന്തയിൽ നിന്നും, ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്യുവാൻ അവർ തീരുമാനിക്കുന്നെങ്കിലും അവരെ കൊണ്ട് കഴിയുന്നില്ല. കാരണം സ്റ്റക്ക് സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അവർ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പ്രവർത്തിക്കുന്നത്, ഇതിൽ നിന്നൊന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അവരെ കൊണ്ട് പറ്റുന്നില്ല. കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു.
ഓക്കെ, ചില വ്യക്തികൾ അവരെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് ആരുമാകാം, സ്ത്രീയുമാകാം പുരുഷനുമാകാം, ഇവിടെ അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇതിൽ നിന്നും വിട്ടുപോകാം, ഈ ഒരു നെഗറ്റീവ് തോട്ടുകളിൽ നിന്നും ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ വിട്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്, നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവർ മൂവ് ഓൺ ചെയ്യുവാൻ സാധിക്കുന്നില്ല. കാരണം വീണ്ടും നിങ്ങളെക്കുറിച്ച് മോശങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഉള്ളതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും, അവസാനം ഞങ്ങളടുത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരരുത്, അങ്ങനെ സംഭവിക്കും, പിന്നെ ഞങ്ങൾ നിൻ്റെ കൂടെ കാണത്തില്ല, അല്ലെങ്കിൽ നീ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ കാണത്തില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് ഒരു വ്യക്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറയും, ചിലപ്പോൾ അവർ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും. കാരണം ഇവിടെ ഒരു ഫെമിനൈൻ മസ്കുലർ എനർജിയെ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് അങ്ങനെ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സണോട് അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് അവർ നിൽക്കുന്നതായി കാണുന്നു. ഇവിടെ നെഗറ്റീവ് എനർജിയെ കൂടി കാണുന്നുണ്ട്. പിന്നെ എനർജി വന്നിരിക്കുന്നു, നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നത് മനസ്സാലല്ല, അവർക്ക് നിങ്ങളുടെ കോൾ മെസ്സേജ് ചെയ്യണമെന്ന്, നിങ്ങളോട് സംസാരിക്കണമെന്നെല്ലാം ആഗ്രഹമുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം, നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. പക്ഷേ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അവർ ഈ ചമരം മൂട്ടി ഇങ്ങനെ ഇരിക്കുക, ചന്ദനക്കാലം മൂട്ടി എന്ന് നമ്മൾ പറയുന്നത്, ചന്ദനക്കാലം മൂട്ടി ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് അനുസരണയോടുകൂടി ഇരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ടി 3 കപ്പുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഈ തേർഡ് പാർട്ടി എന്താണോ പറയുന്നത് അത് ശിരസാൽ വഹിച്ചുകൊണ്ട് അവരെ അനുസരിച്ച് കൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമവും അവരുടെ മുഖത്തുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതിൻ്റെ വിഷമം അവർക്കുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണെന്നും അവർക്ക് അറിയാം. അതുകൊണ്ട് പക്ഷെ എങ്കിൽ കൂടിയും നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ല. നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തതിലുള്ള വിഷമവും അവർക്കുണ്ട്. ഇത് ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും അവരിലേക്ക് തിരിച്ചു വരും എന്നവർ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. 2 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾ തിരിച്ചു വരും, ഒരു നല്ലൊരു ജീവിതം തുടങ്ങാൻ സാധിക്കുമെന്നവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പേജ് ഓഫ് സോഡിൻ്റെ എനർജി, അവർ വെയിറ്റ് ചെയ്യുകയാണ്. 7 ഓഫ് പെൻറ്റിക്കിളാണ്. ഓക്കെ, തീർച്ചയായിട്ടും അവർ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളിലേക്ക് പഴയതുപോലെ ഒരു ലൈഫ് വീണ്ടും വരുമെന്ന് അവർ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് അവരുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവരൊരു വഴി എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അവർ നല്ല രീതിയിൽ ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്ന ഒരു എനർജിയാണ് നൈറ്റിൽ കണ്ടിരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഉള്ളവർക്ക് മാത്രമാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ തേർഡ് പാർട്ടി എന്താണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണോട് പറഞ്ഞു കൊടുക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണോട് തേർഡ് പാർട്ടി എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? മാനസികമായി നെഗറ്റീവ് സൈഡാണ് കാണിക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി എന്താണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണോട് പറഞ്ഞു കൊടുക്കുന്നത്? ഓക്കെ, സൂര്യനെ പോലെ വരേണ്ട ഒരു റിലേഷൻഷിപ്പിനെ അവർ അസ്തമിപ്പിക്കുകയാണ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് സൂര്യനാണ്. ആ സൂര്യൻ്റെ മുകളിൽ അതിനെ ഡാർക്ക് എനർജിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ്. ഒന്നുമല്ലാത്ത ഡാർക്ക് എനർജി എന്ന് പറയാൻ പറ്റത്തില്ല, ഒന്നുമല്ലാത്ത ഒരു എനർജിയിലേക്ക്, ഇത് പൂർണ്ണമായും എസ് ആകേണ്ട ഒരു സിറ്റുവേഷനെ അവർ ഒരു പക്ഷിയാക്കി പറഞ്ഞ് തിരിപ്പിക്കുന്നു. യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർണ്ണമായി 100% സക്സസ് ആകുമെന്ന് യൂണിവേഴ്സ് ഒരുക്കി വെക്കുമ്പോൾ ഇവിടെ അവരുടെ മൈൻഡ് ഗെയിം കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സണിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ ഇത് ശരിയാകുമായിരിക്കാം. പ്രതീക്ഷയെ നഷ്ടപ്പെടുത്തുകയാണ്. ഓക്കെ, പ്രതീക്ഷിക്കാതിരിക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് മാറ്റിക്കൊണ്ടു പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. തേർഡ് പാർട്ടി എന്താണ് പറഞ്ഞ് കൊടുക്കുന്നത്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണോട് നിങ്ങളുടെ തേർഡ് പാർട്ടി പറയുന്നത് നിങ്ങളൊരു ചീറ്ററാണ് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെ മോശപ്പെടുത്തിയാണ് പറയുന്നത്. നിരന്തരമായിട്ടും അവരുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റി കൊടുക്കുന്നതായിട്ടുള്ള ചില നെഗറ്റീവ് തോട്ടുകളാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത്. മാനസികമായി നിരന്തരം അവരുടെ അഫർമേഷനാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അവരെ ചീറ്റ് ചെയ്യും. ഓക്കെ, കൂടെ നിന്ന് ചതിക്കും, നിങ്ങൾ ചതിക്കുകയാണ് എന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാകാം. ഈ ഒരു വാള് എന്ന് പറയുന്നത് മാനസികമാണ്. അപ്പം മാനസിക സന്ദേശം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ മുറിവേൽപ്പിക്കുന്ന രീതിയിലാണ് ചെയ്യിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ, നിങ്ങളെന്നുള്ള ഒരു വ്യക്തിയെ ഉപേക്ഷിച്ച് പോകുന്നതിന് വേണ്ടിയിട്ട് മാനസികമായിട്ടുള്ള ചില കാര്യങ്ങൾ നെഗറ്റീവ് സൈഡിലേക്ക് അയച്ചുകൊണ്ടാണ്
നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി അയച്ചു മാറ്റുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഒരു നെഗറ്റീവ് എനർജിയാണ് കൊടുക്കുന്നത് എന്ന് ഇവിടെ മനസ്സിലാകും. ഓക്കെ, നെഗറ്റീവ് എനർജിയാണ് ഇവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടി കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ മോഷ്ടിക്കാനാണ് വരുന്നത്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും, നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്ന് അവർ പറയുന്നു. കാരണം ഉത്തരവാദിത്വം ഇല്ലാത്തത് കാരണം ഈ ഒരു വ്യക്തി ഓടിപ്പോകുന്നു, ഈ ഒരു ജോലി പൂർണ്ണമായി എടുക്കുന്നില്ല, ബാക്കി അവിടെ ഉപേക്ഷിച്ചിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഓക്കെ, നിങ്ങൾ പറയുന്നത് അനുസരിക്കാതെ എടുത്ത് ചാട്ടക്കാരാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലേക്ക് നെഗറ്റീവ് നിറയ്ക്കുന്ന ഒരു എനർജിയാണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നേരെയാകുമായിരിക്കും, ചില പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ നേരെയാകുമായിരിക്കും, ഞാൻ അഫർമേഷൻ ചെയ്താൽ നേരെയാകുമായിരിക്കും എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ പറയുന്ന സമയത്ത് പറയും, എവിടെ നേരെയാകാനാണ്. അപ്പോഴും തന്നെ ആ മൈൻഡിനെ മറ്റൊരു ദിശയിലേക്ക് മാറ്റിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് ദേഷ്യം അവർക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമാണെന്നും അങ്ങനെയാണെന്നും അവസാനം നിന്നെ കൺട്രോൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞു ആ മനസ്സിനെ, കാരണം ഈ ഒരു വാള് മനസ്സാണ്, അപ്പോൾ അതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴും നിങ്ങളുടെ പേഴ്സൻ്റെ കണ്ണിനെ കെട്ടിയിടുന്ന രീതിയിൽ അവർ ചില പ്ലാനുകൾ ചെയ്ത് ആ മനസ്സിനെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് മാറ്റിക്കൊണ്ടു പോകുന്നു, വാക്കുകളാൽ മാറ്റിക്കൊണ്ടു പോയി നിങ്ങളിലേക്ക് ഒരു ഈഗോ കൊണ്ടുവരുന്നു. ഓക്കെ, അല്ല, അവരിലേക്ക് ഒരു ഈഗോ കൊണ്ടുവരുന്നു, ഈഗോ സൃഷ്ടിക്കുന്നു. മാത്രമല്ല നിങ്ങൾ ഭയങ്കര ഒരു നിങ്ങൾ ഒരു ഈഗോ വ്യക്തിയാണെന്നും നിങ്ങൾ നേരെയാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ദൂരെ മാറ്റി നിർത്തുക, നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് പുറത്തിടുക, എങ്കിൽ മാത്രമേ നിങ്ങൾ നേരെയായി വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ കൊടുത്ത് നിങ്ങളെ ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്നു, നിങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് ഇത് സെറ്റ് ചെയ്യുന്നു. ഇവിടെ 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വരുന്നത്. വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്, സ്നേഹത്തെ നഷ്ടപ്പെടുത്തി കളയുന്നു. തേർഡ് പാർട്ടി ഇവിടെ നിങ്ങളുടെ പേഴ്സണോട് സംസാരിച്ച് ആ സ്നേഹത്തെ നഷ്ടപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. 5 ഓഫ് കപ്പ്. ഓക്കെ, അത് അവരുടെ മജീഷ്യനായിട്ടുള്ള സ്വഭാവത്തിൽ കൂടിയാണ് കാണിക്കുന്നത്. നിങ്ങൾ കാത്തിരുന്നിട്ടൊന്നും വലിയ കാര്യമില്ല, നിങ്ങൾ കാത്തിരിക്കുന്നത് വെറുതെയാണ്, അല്ലെങ്കിൽ ചില കാത്തിരുന്നിട്ടൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു മജീഷ്യൻ എന്ന് പറയുന്നത് തന്ത്രങ്ങൾ മെനയുക, കൺകെട്ട് വിദ്യകൾ കാണിക്കുക, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്യുക, അഫർമേഷൻ ചെയ്യുക, അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളിലെ ആ സ്നേഹത്തെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ആ സ്നേഹത്തെ നശിപ്പിച്ച് കളയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നിങ്ങളുടെ തേർഡ് പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നതായി കാണുന്നു. തേർഡ് പാർട്ടി ആരുമാകാം കേട്ടോ. ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പഴയ മെസ്സേജ് കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഇടയിൽ നല്ലൊരു സ്നേഹമുണ്ട് എന്ന് ഈ തേർഡ് പാർട്ടിക്ക് നല്ല രീതിയിൽ അറിയാം. അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടെന്ന് അറിയാം. ഓക്കെ, അതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യം വന്ന അതേ ഫസ്റ്റ് എടുത്തില്ലേ, അത് ആ കാർഡിൽ വന്നിരിക്കുന്ന അതേ ഇത് തന്നെയാണ്. സോഡിൻ്റെ എനർജിയാണ്. നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതിൽ നിന്നും മാറ്റിക്കൊണ്ടു പോകുകയാണ്, മാനസികമായി തകർത്ത് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് മുന്നോട്ട് പോകുവാൻ ഒരു വഴിയുമില്ല, എന്തോ ഒരു ചെറിയ പ്രതീക്ഷയിലോട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. മാനസികമായും ശാരീരികമായും തളർന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഉള്ളത്, എങ്കിലും അവസാനിച്ചിട്ടില്ല. ഇവിടെ ആ ഒരു ലൈറ്റ് വെട്ടം എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ പ്രകാശമാണ്. ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. കാരണം യൂണിവേഴ്സ് ആ ഒരു വിശ്വാസത്തിൽ അവരെ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അവരെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്, ഒരിക്കലും വിട്ട് കളഞ്ഞിട്ടില്ല, നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അവർ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഏത് എനർജിയിലാണോ അതിൽ വിശ്വസിച്ച് ഇരിക്കുന്ന ഒരു എനർജിയാണ്. തേർഡ് പാർട്ടി എന്തെല്ലാം ചെയ്തിരുന്നാലും ശരി തന്നെ അവർ രഹസ്യമായിട്ട് അവരുടെ ഉള്ളിൽ നിങ്ങളുമായിട്ടൊരു നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങളുമായിട്ടൊരു ലൈഫ് ഉണ്ടാകുമെന്നും അവർ ചിന്തിക്കുന്നു. ഓക്കെ, ഇതാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി എടുക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് ഈ ഒരു റീഡിങ്ങുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് എന്താണ്?
ഓക്കെ, നിങ്ങൾ ഇതിൽ ഒരു കാർഡ് എടുക്കുക. കാർഡ്സിൻ്റെ വേർഡ്സുകൾ നോക്കണ്ട, നിങ്ങളൊരു കാർഡ്സ് എടുത്താൽ മതി. 1, 2, 3 എന്ന് പറഞ്ഞൊരു കാർഡ്സ് എടുക്കുക. ഓക്കെ, ഇതിൽ നോക്കി എടുത്തിട്ട് കാര്യമില്ല, കാരണം ഇതിൽ വേറെ കാർഡ് വെച്ചിട്ടാണ് ഞാൻ റീഡ് ചെയ്യുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് ബി മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഇതിൽ കാർഡ്സ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. പ്ലീസ് ഗെറ്റ് ബി മദർ യൂണിവേഴ്സ്. കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് എന്താണ്? വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. സമയം അനുകൂലമാകുന്നതിന് വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. ഫോർച്യൂണിൻ്റെ എനർജിയാണ്. വീൽ ഓഫ് ഫോർച്യൂണിൽ യൂണിവേഴ്സ് എന്താണോ തീരുമാനിക്കുന്നത്, വിധി പോലെ വരട്ടെ എന്നുള്ള രീതിയിൽ വിധിക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എന്ത് വന്നിരുന്നാലും അത് ദൈവത്തിലേക്ക് അർപ്പിക്കുന്നു. ഒന്ന് ചേരാനാണ് വിധിയെങ്കിൽ ഒന്ന് ചേരും എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോഴും നിങ്ങൾ അവരുടെ മനസ്സിന് ഉള്ളിൽ തന്നെയാണ്. തേർഡ് പാർട്ടി പറയുന്ന, ഇവിടെ ഇരിക്കുന്ന തേർഡ് പാർട്ടി ഈ ഒരു സിംഹാസനത്തിൽ നിന്നും പുറത്താണ്. ഓക്കെ, തേർഡ് പാർട്ടി എത്രയൊക്കെ പറഞ്ഞിരുന്നാലും ശരി തന്നെ നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്നും പുറത്തേക്ക് മാറ്റിയിട്ടില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അവർ ദൈവികമായിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാർഡ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരു സ്നേഹവും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ തെറ്റാണ്. അവർക്ക് നിങ്ങളോട് ആദ്യം തോന്നിയ അതേ പ്രണയം, സ്നേഹം തന്നെയാണ്. നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്തു കൊടുത്ത ഒരു നന്മകളും അവർ മറന്നു പോയിട്ടില്ല. സെയിം ഫീലിങ്സും നന്ദിയും എല്ലാം അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നല്ലൊരു സമയം ഉണ്ടാകും എന്നവർ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ കോള് മെസ്സേജുകൾ അവർ റിപ്പീറ്റായിട്ട് നോക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അവർക്ക് നിങ്ങളെ ഇഗ്നോർ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഈ ഒരു വ്യക്തി ഈ ഒരു പെൻഡിക്കിളിലേക്ക് നോക്കുമ്പോഴും, നിങ്ങളെന്ന് പറയുന്ന അതിലേക്ക് നോക്കുമ്പോഴും, നിങ്ങൾ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ചില ഗിഫ്റ്റുകളിലേക്ക് നോക്കുമ്പോഴും അവർക്ക് വിഷമമാണ്. ആ വിഷമം സൂചിപ്പിക്കുന്നത് അവർ ചില അധികാരത്തിലിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളിൽ അവർക്കുണ്ട്. ഒരുപക്ഷെ വിവാഹം കഴിച്ച ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ പുരുഷനായിരിക്കാം. അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തം, ഈ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അവർക്ക് അവരുടേതായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ അത് കാരണം നിങ്ങളിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് ചെയ്യുവാനോ കഴിയാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എങ്കിൽ പോലും നിങ്ങളെ അവർ വിട്ടുകളയുന്നില്ല. സെയിം ഫീലിങ്സ് തന്നെയാണ്. ഒരിക്കലും ഇഷ്ടമില്ല എന്നുള്ള ഒരു എനർജി അല്ല ഇവിടെ കാണുന്നത്. ഒക്കെ ചില ജീവിതങ്ങൾ മുന്നോട്ട് അങ്ങനെ പോയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇവിടെ ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സ്വത്തുപരമായിട്ടോ സ്വർണം സാമ്പത്തികപരമായിട്ടോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാം. പേരൻസുമായിട്ട്, മാതാപിതാക്കളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാം. കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഈഗോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു ഹീൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാനും ഒത്തൊരുമയോട് പോകുവാനും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. റീയൂണിയൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക. താങ്ക് യു.